ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിൻ്റെ ഓരോ വിഷയത്തിലൂടെയും ദൈവത്തെ നീയും തമ്മിലുള്ള ബന്ധത്തെ വർദ്ധിപ്പിച്ചെടുക്കുക. ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ്. നമ്മുടെ ഉദ്ദേശം നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കുക മാത്രമാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം അത് മാത്രമല്ല. എന്താണ്? നമ്മളെ ദൈവത്തിൽ കൂടി വളർത്തുകയും നിത്യതയിൽ കൃപയിൽ സമർത്ഥമാണ്. ഞാൻ വന്നിരിക്കുന്നത് യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പൊ ഈ കിട്ടിയതല്ല, അത് സമർത്ഥമാകാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതം സ്വച്ഛമായ ഒരു നീർച്ചാല് പോലെ എപ്പോഴും ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പോഴും ഉണ്ടാവും. പക്ഷേ എന്നാലും ആ ഒരു വിഷയം കഴിയുമ്പോൾ അടുത്തൊരു വിഷയം ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. ഒരു വിഷയം കഴിയുമ്പോൾ വേറെ ഒരു വിഷയം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവൻ സമൃദ്ധിയിലേക്കുള്ള പ്രയാണങ്ങളിൽ ദൈവത്തിന് ആ അവലംബം വെക്കാനുള്ള അവസരങ്ങൾ ദൈവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അവസരത്തിനത് ഉയരുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ബുദ്ധിയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയിൽ വളരാനുള്ള അവസരങ്ങൾ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ചില സമയത്ത് നിലനിൽപ്പിനുള്ള വരം ഉണ്ടല്ലോ. നിലനിൽപ്പിനുള്ള ഉടമ്പടിയിൽ ഇപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻസ് പോയിൻറ്റുകൾ വരും. ചിലപ്പോൾ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ തോന്നണത് നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ചില വിഷയങ്ങളൊക്കെ ചില ആൾക്കാരോട് സംസാരിച്ച് ഉടക്കി പിരിഞ്ഞ് ചിലയിടത്ത് ചെന്നപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പോൾ ഇറിറ്റേറ്റീവ് പോയിൻറ്റ്സ് ഒത്തിരി ഉണ്ടാകും ഇതിൻ്റെ അകത്ത്. നമ്മൾ ചോറിന് കല്ല് കടിക്കുന്ന പോലെ ഇടയ്ക്കുന്ന ഇറിറ്റേഷൻ പോയിൻ്റ്. ഇതിനെ അതിജീവിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത്, നിങ്ങൾ കുർബാന സ്വീകരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോഴുമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആന്തരിക അഭിഷേകം തരണമെന്ന്. നിങ്ങൾ എന്ത് ചെയ്താലും, ഒരു ദാനധർമ്മം ചെയ്താലും, ഒരു പത്രം കൊടുത്താലും, ഒരു ഓർഫനേജിൽ പോയാലും, മറ്റുള്ളവർക്ക് നന്മ ചെയ്താലും നിങ്ങൾ കർത്താവിനെ പറഞ്ഞു, കർത്താവ് ഈ പ്രവർത്തനങ്ങൾ ഞാൻ എനിക്ക് ആന്തരികമായ അഭിഷേകം വർദ്ധിക്കാൻ വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറയണം. ആന്തരിക അഭിഷേകം. ഈ ആന്തരിക അഭിഷേകം വന്നാൽ ഇറിറ്റേഷൻസ് കുറയും. ഇറിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഉൾഭയങ്ങൾ, വിഷമതകൾ, നിരാശകൾ, സങ്കടങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ അത് ആവശ്യമില്ലാത്ത, നമ്മൾ ഉടമ്പടിയില്ല, പക്ഷേ നമുക്ക് സങ്കടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ടാകും. പുതിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇറിറ്റേഷൻ പുതിയ വരും. ഉടമ്പടി വെക്കണ കാലത്തില്ലാഞ്ഞ കാര്യങ്ങൾ പുതുതായിട്ട്, അപ്പോൾ നമ്മൾ ജീവിതം മുന്നോട്ട് പോകുകയില്ലേ. ഓരോ ദിവസവും പുതിയ പുതിയ ദിവസങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ്? ആന്തരിക അഭിഷേകം പ്രാർത്ഥിക്കണം. എന്ത് ചെയ്താലും ആന്തരിക അഭിഷേകം ഉണ്ടാകണം. ഇപ്പം ഞങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ, നമ്മുടെ അലക്സ് അച്ഛൻ, ജോമോള്, പിന്നെ എൻ്റെ ഡ്രൈവർ സൂർബൽ, നമ്മുടെ ജനറൽ മാനേജർ, ഞങ്ങളെല്ലാവരും കൂടി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ നിലക്കൽ പള്ളി പോയി, കാട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ ഒരു അലങ്കര അസോസിയേഷൻ്റെ ഒരു യോഗ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ പോയപ്പോഴേ ഞാൻ അവിടുത്തെ പള്ളിയൊക്കെ പോയി. പള്ളിയൊക്കെ കുർബാനയൊക്കെ അർപ്പിച്ചു, പ്രൈവറ്റ് മാസ്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ മാതാവിനെ കാണാനില്ല. അപ്പം ഞാൻ അരസ്വചന മാതാവില്ലല്ലോ ഇവിടെ. എനിക്ക് മാതാവില്ലാത്തത് ഞാൻ പള്ളിയായിട്ട് പോലും അംഗീകരിക്കത്തില്ല. അതൊരു കെട്ടിടം എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. കെട്ടിടം, അത് നീണ്ട ഒരു കെട്ടിടം. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ അത് എക്യുമെനിക്കലാണെന്ന് പറഞ്ഞു. എക്യുമെനിക്കൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സഭക്കാരും. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ സഭക്കാരും കൂടി ഇപ്പോൾ മാതാവ് പോയാന്ന് ചോദിച്ചു. അത് എല്ലാ സഭക്കാരുടെയും കൂടിയാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു. അപ്പം നോക്കിയപ്പോൾ വേറെയും ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. മത്യാസൊക്കെ കാണാനില്ല അവിടെ. കർത്താവ് ഇതിൻ്റെ കാലത്ത് തിരഞ്ഞെടുത്ത ആളാണ് മത്യാസ്. മത്യാസിന് പകരം പൗലോസിനെയാണ് ശിഷ്യന്മാരായിട്ട് വെച്ചിരിക്കുന്നത്. എക്യുമെനിസം കൂടി വരുമ്പോൾ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ ബലി ചെയ്തുകൊണ്ട് ഒരു എക്യുമെനിസത്തിൻ്റെ സാധ്യത ദൈവം അത് അംഗീകരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. മനുഷ്യർ തമ്മിൽ ഐക്യം ഉണ്ടാക്കുന്നതിനേക്കാൾ വലുത് വിശ്വാസത്തിലെ വ്യക്തത പാലിക്കുന്നതാണ്. അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ എന്നാലൊരു ആശ്വാസം തോന്നി. എന്താ വെച്ചാൽ കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ കുരിശിൻ്റെ വഴിക്കുള്ള കുഴപ്പമെന്ന് പറയുക, ഈ മാതാവിനെ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ കുരിശിൻ്റെ വഴി മാതാവുണ്ടല്ലോ 4-ാം സ്ഥലത്ത് 13-ാം സ്ഥലത്തൊക്കെ മസ്റ്റായിട്ട് ആളുണ്ട്. ആളെല്ലായിടത്തും തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു ആശ്വാസമായി. ഏതായാലും കുരിശിൻ്റെ വഴി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തെന്ന് വിചാരിച്ചപ്പോൾ ഒരു ആശ്വാസമായി. എന്താ കാര്യം? ആളുണ്ട് അവിടെ.
കാരണം അങ്ങേരാണല്ലോ ഈ അപ്പോസ്തലന്മാരെല്ലാത്തിനെയും തോമാശ്രീയാനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഓരോ സ്ഥലത്തേക്ക് വിട്ടിരുന്നത് ആരാണ്? അമ്മയായിരുന്നു അവിടെ ഇവരുടെ ആസ്തി ഭദ്രതയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾ. അപ്പം അമ്മയുടെ ഒരു കൂട്ടായ്മയിലാണ് ഈ അപ്പോസ്തലന്മാർ വളർന്ന് വന്നത്. അപ്പം അതുകൊണ്ട് നമ്മളും ആധ്യാത്മികമായിട്ട് വളർന്ന് വരുമ്പോൾ യേശുക്രിസ്തുവിനെ വളർത്തി ലോകത്തിന് കൊടുത്ത ഒരാളിൻ്റെ ആധ്യാത്മികതയേക്കാൾ വലിയൊരു ആധ്യാത്മികത സഭയ്ക്ക് കാഴ്ചവെക്കാനില്ല. അതിൻ്റെ ഏറ്റവും സമ്യക്കായിട്ടുള്ള ഇതും സമഗ്രമായിട്ടുള്ള രൂപമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എന്താണ്? അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ക്രിസ്തുവിൽ വളരുക, ക്രിസ്തുവിൽ വളർത്തുക. ശ്രദ്ധിക്കട്ടെ.